ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല തേങ്ങ അരച്ച വെണ്ടക്ക ഇട്ട മീൻ കറിയാണ്. അപ്പോൾ നമുക്കിനി ഇത് ഉണ്ടാക്കാൻ എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ വെണ്ടക്ക ഇട്ട് ഈ മീൻ കറി തയ്യാറാക്കാനായിട്ട് വെണ്ടക്ക ചെറുതായിട്ട് കട്ട് ചെയ്യണം. എന്നിട്ടത് ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ഈ വെണ്ടക്കയും ഒരു 2-3 പച്ചമുളകും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 2 ചെറിയ തക്കാളി കഷ്ണങ്ങളാക്കിയിട്ടതാണ്. അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ചേർക്കണം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു നുള്ളു വലിയ ജീരകത്തിൻ്റെ പൊടിയാണ്. ഇതും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്തെടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് പുളിവെള്ളമാണ്. കുറച്ച് പുളിവെള്ളം കൂടെ ചേർത്ത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ സമയത്ത് നേരത്തെ വഴറ്റി വെച്ച മുളക് കൂടെ ഇതിലേക്ക് ചേർക്കണം. ഇപ്പോൾ ഇതാ കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് ഒരു 3-4 വെളുത്തുള്ളി ചതച്ചതും കൂടി കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയൊക്കെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഇനി കഴുകി വൃത്തിയാക്കി വെച്ച മീൻ കഷ്ണങ്ങൾ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ മീനൊരു പകുതി വേവായി വരുമ്പോൾ ഇതിലേക്ക് നേരത്തെ വഴറ്റി വെച്ച വെണ്ടക്ക കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ മീനും വെണ്ടക്കൊക്കെ അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങാരപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഞാൻ തേങ്ങയും കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് അരച്ചിട്ട് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങാരപ്പ് ചേർത്തതിന് ശേഷം കറി നന്നായിട്ട് തിളക്കേണ്ട ആവശ്യമില്ല. 1-2 തിള വരുമ്പോൾ തന്നെ നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഇനി കറിയിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഒരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കാം. ഇനി ഇത് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഇത്ര പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ടൊരു വെണ്ടക്ക ഇട്ട മീൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ ഇതുപോലെ മീൻ കറി വെച്ച് നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.